പൊതുവേ സ്കിൻ ടോൺ, ബ്യൂട്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമാ താരങ്ങളാണ് എപ്പോഴും ആളുകളുടെ മോഡലെന്ന് വേണമെങ്കിൽ പറയാം. അവർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ അവർ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ പറയുന്നത്. പക്ഷേ അവരുടെ പൊടിക്കൈയും ടിപ്സും എടുക്കാനാണ് കൂടുതലും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ യൂട്യൂബിനകത്ത് കണ്ട ഒരു വീഡിയോ ആണ്. ആലിയ ഭട്ട് ഒരു പ്രത്യേക ഫുഡ് ഡെയിലി കഴിക്കും. അതാണ് ആലിയ ഭട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നല്ല ഗ്ലോ ഉള്ള സ്കിൻ കിട്ടുന്നതിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വെളുപ്പായാലും കറുപ്പായാലും സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കളർ എന്ത് തന്നെ ആയാലും ഹെൽത്തിയായി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പൊതുവേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. ചില സിനിമാ നടികൾ പറയുന്നത്, അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തുള്ളവർ, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ വരുന്നവർ, കോമ്പയർ ചെയ്യാൻ വരുന്നവരൊക്കെ പറയുന്നത് ഫേസ് യോഗ അല്ലെങ്കിൽ മറ്റേ ഗ്വാഷ വെച്ചിങ്ങനെ ചെയ്യുന്നതാണ് അവരുടെ ഫേസിൻ്റെ രഹസ്യം എന്നാണ്. വേറെ കുറേ ആളുകൾ വേറെ കുറേ കാര്യങ്ങൾ കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ആലിയ ഭട്ട് പറഞ്ഞ കാര്യം ഒന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. There's this snack that I have. It's basically ghee with a little bit of jaggery, gur, and some crushed peanuts, a little bit of coconut. It's a skin snack. I have it so that my skin looks great, and genuinely it works. It really works. ജെന്യുവിൻലി ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ആലിയ ഭട്ട് പറഞ്ഞ ആ സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഒരു പ്രത്യേകതരം ലഡ്ഡു ആണ് അതിനകത്തുള്ള പ്രധാന കാരണം. അപ്പോൾ അതൊരു സാധാരണ ഫുഡായിട്ടല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ലഡ്ഡു ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേകതര റെസിപ്പിയാണ്. നിങ്ങളിത് വെച്ചിട്ട് ലഡ്ഡു ഉണ്ടാക്കി തിന്നു എന്നല്ല പറയുന്നത്. ഈ ലഡ്ഡു ഉണ്ടാക്കി തിന്നുന്നതാണ് എൻ്റെ മുഖകാന്തിയുടെ രഹസ്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ ലഡ്ഡുവിനകത്തുള്ളത്? പീനട്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി, ശർക്കര, തേങ്ങ, നെയ്യ്, ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കി ഉരുട്ടിയെടുക്കുന്ന ഒരു സാധനമാണ് അവർ സ്ഥിരമായി കഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി ആംഗിൾ നോക്കുമ്പോൾ ഒരു അതോറിറ്റി ഫിഗറാണല്ലോ, ബ്യൂട്ടിയുടെയൊക്കെ ഒരു അതോറിറ്റി ഫിഗറാണ് എപ്പോഴും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സിനിമാ നടിമാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും കൊള്ളാലോ, അതായിരിക്കും ആലിയ ഭട്ടിൻ്റെ രസമെങ്കിൽ നമുക്കും കഴിക്കാമെന്നുള്ളതാണ്. ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ളതൊക്കെ സ്കിൻ എൻഹാൻസേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണോ? ആദ്യം പറയുന്ന കാര്യം എന്താണ്? കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട്സ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ തേങ്ങ. പീനട്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് മുഴുവൻ കൊഴുപ്പാണ്. കുറച്ചുള്ളത് കുറച്ച് പ്രോട്ടീൻസും ഉണ്ട്, പക്ഷേ ഭയങ്കര ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അല്ല ഉള്ളത് പീനട്ട്സിനകത്ത്. പക്ഷേ എന്നാൽ കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി കൂടുതലും കൊഴുപ്പാണ്. പിന്നെ ഉള്ളത് എന്താണ്? കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ, ബേസിക്കലി കാലറി. അപ്പം ഗുഡ് ഫോർ ഫാറ്റ്സ് ആൻഡ് കാലറീസ്. ഇതിനകത്തുള്ളത് രണ്ടും കൊഴുപ്പും അതുപോലെ തന്നെ ഊർജ്ജം തരുന്ന സാധനമാണ്. അല്ലാതെ അതിനകത്ത് ഒരു മാജിക്കലായിട്ടുള്ള ക്യൂറും ഇല്ല. ഇനി ശർക്കരയെ പറ്റി പറയാൻ പാടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. കാര്യം ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാജിക്കൽ സാധനമാണ്, പഞ്ചസാര പോലെ അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഹൈപ്പൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശർക്കരയും ഷുഗർ തന്നെയാണ്, ജസ്റ്റ് ലെസ് റിഫൈൻഡ്. മറ്റേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ള കളർ ഷുഗർ പോലെ അത്ര റിഫൈൻഡ് അല്ല, പക്ഷേ ശർക്കരയും സ്വീറ്റ് തന്നെയാണ്. ടെക്നിക്കലി അത് മധുരം തന്നെയാണ്, ഷുഗേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഹാസ് എവിഡൻസ് ഫോർ വിസിബിൾ ട്രാൻസ്ഫോർമേഷൻ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് വഴി സ്കിന്നിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളതിന് ഇതുവരെ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് തെളിവുള്ളതെന്നുള്ളത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇൻ റിയാലിറ്റി ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറ്റുന്ന കാര്യം ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? നല്ല ജെനറ്റിക്സ് ആണ് നല്ല സ്കിന്നിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഫാമിലിയിൽ നല്ല സ്കിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നല്ല സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല സ്കിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. ഓവറോൾ ഡയറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിക്കുന്നത് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണോ എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അല്ലാതെ ലഡ്ഡു തിന്നുന്നുണ്ടോ എന്നുള്ളതല്ല. പിന്നെ ഹോർമോൺ ബാലൻസ്, നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് UV എക്സ്പോഷർ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സണ്ണിൽ നിന്ന് എന്ത് പ്രൊട്ടക്ഷൻ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ത്രീകളെല്ലാം ഈ ഓഫീസിൽ പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം അവരാണ് കൂടുതൽ ഹാൻഡ് ബാഗിൻ്റെ കൂടെ കുടയും കൊണ്ട് നടക്കാറുണ്ട്, വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളത്. ഇപ്പം ആളുകൾ കുറച്ചുകൂടെ കുടയൊക്കെ കൊണ്ടുപോകാൻ മടിയായിട്ടുള്ളവരൊക്കെ SPF കൂടിയ സൺസ്ക്രീൻ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ. അപ്പം UV ഒരു മേജർ പ്ലെയറാണ് ഇതിനകത്ത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏജ് നോക്കിയാൽ മതി. 17, 18 അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെയൊക്കെ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, ഇൻഫെക്ഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏജ് ഒരു ഫാക്ടറാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിൻ്റെ ക്വാളിറ്റി ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഓവറോൾ ഡയറ്റ് ഇസ് കീ, ബട്ട് സ്കിൻ കെയർ ഇസ് ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ ഇതര വൈദ്യക്കാർ പറയുന്ന ഹോളിസ്റ്റിക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ് ഇതിനകത്ത് എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ളത്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഏതൊരു
കാര്യത്തിന് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എടുക്കുന്നത് RCT ആണ്, റാൻഡമൈസ് കൺട്രോൾ ട്രയൽ. അതായത് 2 ഗ്രൂപ്പുകളാക്കി തിരിച്ച് കൃത്യമായി പഠനം നടത്തുക എന്നുള്ളതാണ് മനുഷ്യരിൽ നടത്തുന്ന പഠനം. അല്ലാതെ വല്ല പട്ടിയിലോ പൂച്ചയിലോ എലിയിലോ ഒന്നും നടത്തിയ പഠനങ്ങളല്ല, മനുഷ്യരിൽ തന്നെ പ്രോപ്പറായിട്ട് കൺട്രോൾ ഗ്രൂപ്പ് വെച്ച് നടത്തിയ പഠനത്തിനാന്ന് നോക്കി കഴിഞ്ഞാൽ ഓവർ 90% ഓഫ് വിഷ്വൽ സ്കിൻ ഏജിങ് ഇസ് ഡയറക്ട്ലി ഇൻഡ്യൂസ്ഡ് ബൈ UV. ഈ അൾട്രാ വയലറ്റിന് ഭയങ്കര റോളാണ് സ്കിന്നിൻ്റെ കാര്യത്തിനകത്തുള്ളത് എന്നറിയാം. മ്യൂട്ടാജെനിസിസ് അല്ലെങ്കിൽ DNA മ്യൂട്ടാജെനിസിസ്. സൺ UV ഫോട്ടോൺസ് ഇൻട്രാക്ട് വിത്ത് സ്കിൻ സെൽസ് ഡയറക്ട്ലി ക്രാക്കിംഗ് DNA പെയർസ് ഇൻറ്റു മ്യൂട്ടേഷൻസ്. കാര്യം ഈ UV റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആക്ച്വലി ഒരു കാർസിനോജനിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടൈപ്പ് 1 അല്ലെങ്കിൽ എന്താ പറയുക Tier 1 കാർസിനോജൻ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് നമുക്ക് പെടുത്താൻ പറ്റുന്ന ഗ്രൂപ്പ് 1 കാർസിനോജനകത്ത് പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സൺലൈറ്റ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇത്. 4.5 വർഷത്തോളം RCTയുടെ തെളിവാണ് ഇതിനകത്ത് പറയുന്നത്. പബ്ലിഷ് ഇൻ അനൽസ് ഓഫ് ഇൻറ്റേർണൽ മെഡിസിൻ. ഡെയിലി ബ്രോഡ് സ്പെക്ട്രം SPF, അതായത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരിൽ കൊളാജനും അതിൻ്റെ സ്ട്രക്ചറൽ മേട്രിസസും ഒക്കെ സ്കിന്നിൻ്റെത് വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിന് പ്രോപ്പറായിട്ട് തെളിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും സ്കിന്നിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. UV സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് വഴി സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആകും എന്നുള്ളതിന് നല്ല എവിഡൻസ് ഉണ്ട്. ഇഫ് യു ഇഗ്നോർ സൺസ്ക്രീൻ ബട്ട് ഈറ്റ് ഹെൽത്തി സ്കിൻ ഫുഡ്. സ്കിന്നിന് നല്ലതെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നിട്ട് UV അല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലതാവാൻ വഴിയില്ല. ഏറ്റവും അത്യാവശ്യം തടുക്കേണ്ടത് UV ആണ് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യമാണ് ഫുഡ്. ഈ ഫുഡിന് എത്രത്തോളം സ്കിന്നിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ പാത്വേ ആയിട്ട് അതിനൊരു ബന്ധമുണ്ട്. അങ്ങനെ ഒരു മെക്കാനിസം നമുക്കറിയാം. ഷുഗർ സ്പൈക്സ്, നല്ല മധുരമുള്ള സാധനം കഴിക്കുന്നു, അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും. ഇറ്റ് ഹാസ് ഡയറക്റ്റ് കെമിക്കൽ ട്രിഗറിങ് സീബം പ്രൊഡക്ഷൻ. മുഖത്തുള്ള ഈ എണ്ണമെഴുക്കുള്ള സാധനം ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നതിനുള്ള സീബം പ്രൊഡക്ഷനെ ഡയറക്റ്റായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ സ്പൈക്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മെക്കാനിസമാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് സർജ് ഇൻ സിസ്റ്റമിക് ഇൻസുലിൻ ഉണ്ടാകും. ശരീരത്തിൽ പെട്ടെന്ന് ഇൻസുലിൻ്റെ നമ്മളൊരു ട്രാൻസിയൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന പോലെ പെട്ടെന്നൊരു ഇൻസുലിൻ്റെ സ്പൈക്ക് ഉണ്ടാകും. മാത്രമല്ല IGF-1 ലെവൽസും കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, സീബം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ആ സീബം എന്ന് പറഞ്ഞ സാധനം ഹൈപ്പറായിട്ട് സിക്രറ്റ് ചെയ്യും. എണ്ണമെഴുക്ക് മുഖത്ത് കൂടുന്നത് കൂടുതലായിട്ട് ഉണ്ടാവും. ദിസ് സെല്ലുലാർ സിഗ്നൽ ഡയറക്ട്ലി ഫോഴ്സസ് ഓയിൽ ഗ്ലാൻഡ്സ് ടു ഹൈപ്പർ സെക്രീറ്റ് സീബം കോസിങ് പോർസ് ടു ബ്ലോക്ക്. അപ്പോൾ ആ പോറുകൾ അല്ലെങ്കിൽ ആ കുഴികൾ അടയാനും ഒക്കെ ഉള്ള കാര്യം. അപ്പോൾ അത് വൺ ഓഫ് ദ റെയർ ഡയറ്റ് ആക്നെ കോറിലേഷൻസ് ബാക്ക്ഡ് ബൈ റാൻഡമൈസ്ഡ് ഹ്യൂമൻ ട്രയൽസ്. അതും RCT വെച്ചിട്ട് ഉള്ള ഒരു എവിഡൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദ ആക്ച്വൽ ക്ലിനിക്കൽ എഫക്ട്സ് സൈസ് ഇസ് മോഡറേറ്റ് നോട്ട് മാജിക്കൽ. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള തെളിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് കുറവാണ്. എങ്കിലും ഇങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. ഇനിയുള്ള വേറെ 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സ്ട്രക്ചർ ആൻഡ് ഹീലിംഗ് 3ഉം 4ഉം. ആൻറ്റി ഓക്സിഡൻസ് ഇതൊരു മൈക്രോ ലെവലിൽ ഉള്ള ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഈ ആൻറ്റി ഓക്സിഡൻസ് ഹൈപ്പ് അന്യായമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഏത് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് തിന്നെ, ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അത് തിന്നെ, അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഹൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആൾ അറിഞ്ഞൂടെ എന്തിനാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പോലും. കുറേ വാക്കുകളും പറയും, ഫ്രീ റാഡിക്കൽസ് അത് ഇതൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് പറയുന്ന വൈറ്റമിൻ C അല്ലെങ്കിൽ വൈറ്റമിൻ E എന്ന് പറയുന്ന സാധനം കൊളാജൻ അല്ലെങ്കിൽ UV കൊണ്ടുണ്ടാകുന്ന ഡാമേജിൻ്റെ ആ സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞ് കൂടുതൽ കൊളാജനോ ആൻറ്റി ഓക്സിഡൻസോ ഒരുപാട് വാരി തിന്നെന്ന് പറഞ്ഞ് സ്കിൻ നന്നാവും എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ ഡെഫിഷ്യൻസി, നിങ്ങൾക്ക് ആ ന്യൂട്രീഷൻ കുറവാണെങ്കിൽ അത് ശരിക്കും നടക്കില്ല. റിയൽ യൂട്ടിലിറ്റി ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ബേസ് ലൈൻ കറക്ഷൻ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കോസ്മെറ്റിക് ചേഞ്ച് ഇത് വാരി തിന്നു എന്ന് പറഞ്ഞ് വരികയില്ല. വൈറ്റമിൻ ഇയോ വൈറ്റമിൻ സി ഒക്കെ ചുമ്മാ കൂടുതൽ തിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കുള്ള ആ റിപ്പയറിങ്ങും കാര്യങ്ങൾ നടക്കാനായിട്ട് ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസ് വേണം എന്നർത്ഥം. ഇനി പ്രോട്ടീൻ ആൻഡ് കൊളാജൻ. ഈ ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ കഴിക്കുന്നത് പോലെ ഒരുപാട് പ്രോട്ടീൻ കഴിച്ചാൽ, ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ കഴിക്കുന്നതിന് ദർ ഇസ് എ റീസൺ. മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണം. അതുകൊണ്ട് സ്കിന്നിനും വേണം എന്ന് പറഞ്ഞ് പ്രോട്ടീൻ ഒരുപാട് കഴിച്ചിട്ട് പ്രത്യേകിച്ച് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ബിൽഡ് ദ ബാരിയർ. സ്കിൻ റിക്വയർസ് ആഡ്യൂക്കേറ്റ് പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്സ് ടു റിപ്പയർ ലെയർസ്. എന്തെങ്കിലും ലെയറിനകത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് പ്രോട്ടീൻ വേണ്ട കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് കൂടുതൽ പ്രോട്ടീൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല. അതാണ് നോ RCT ലിങ്ക്സ് സർപ്ലസ് പ്രോട്ടീൻ ടു ബെറ്റർ കോസ്മെറ്റിക്സ്. അതായത് ഒരുപാട് പ്രോട്ടീൻ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തെളിവില്ല, അതിനുള്ള RCT ഇല്ല. പറഞ്ഞു വന്ന കാര്യം എന്തൊക്കെയാണ്?
ഏതെങ്കിലും ഒരു മാജിക്കൽ ഫുഡ് കഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മുഖകാന്തി കൂടില്ല എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. എന്നാൽ ഇതിനകത്തുള്ള ഷുഗറോ അങ്ങനെ എന്തെങ്കിലും സ്പൈക്ക് ഉള്ളത് നിങ്ങൾക്ക് ആഗ്നെ പോലെയുള്ള അല്ലെങ്കിൽ മുഖത്ത് കുരു വരാനുള്ള സാധ്യത കൂട്ടുകയും അത് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സ്കിൻ ഹെൽത്തിനെ ആക്ച്വലി ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് നല്ല തെളിവുള്ള ഒരു കാര്യമാണ് UV ഉള്ളത്. അതിനകത്ത് SPF പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് ബെനിഫിഷ്യലായിട്ട് നമ്മൾ തെളിവുകൾ വഴി റാൻഡമൈസ് കൺട്രോൾ ട്രയൽ വഴി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ തെളിവിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പോകുന്നത്. ഇനി അത്ര വലിയ ഇതല്ലെങ്കിലും ഇതും നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഹോർമോൺസ് ഭയങ്കര അതിൻ്റെ എന്താ പറയുക സീബം സിന്തസിസിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഹോർമോൺ ഒരു വലിയ റോളാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ അത് ഡയറക്റ്റായിട്ട് സ്കിന്നിൻ്റെ ഹെൽത്തിനും അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഡ്രോജൻസ് ആൻഡ് ഇൻസുലിൻ പാത്വേസ് ഡിക്റ്റേറ്റ് സീബം സിന്തസിസ് ഓൺ എ ജനറ്റിക് ലെവൽ. നമ്മുടെ ജനിതകമാണ് അവിടെയും വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നത്. സ്കിൻ ഹെൽത്ത് ഈസ് ഹെവിലി ഗവേൺഡ് ബൈ സിസ്റ്റമിക് ഹോർമോൺസ് വിത്ത് ഡയറ്ററി ലൈഫ്സ്റ്റൈൽ റെസിപ്പീസ് കനോട്ട് ഓൾട്ടർ. ഈ എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മുടെ ഹോർമോൺ അല്ലെങ്കിൽ ഇതിൻ്റെ സിന്തസിസിനെ എല്ലാം ആൻഡ്രോജൻസിൻ്റെയും ഇൻസുലിൻ്റെയും പ്രൊഡക്ഷനെ എല്ലാം മാറ്റിമറിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, അങ്ങനെ ഒരു സ്വഭാവമൊന്നും അതിനില്ല. ഇനി സ്ലീപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് സ്കിന്നിനെന്നല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ പൊതുവെയുള്ള എല്ലാ കാര്യത്തിനും വേണമെന്നുള്ളതിന് ഇഷ്ടംപോലെ എവിഡൻസ് ഉണ്ട്. സിർക്കാഡിയൻ റിതം, കൃത്യമായിട്ടുള്ള സമയങ്ങളിലുള്ള ഉറക്കവും കാര്യങ്ങളൊക്കെ, അതൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കലായിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ഹാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ സ്ലീപ്പ് ആവശ്യമാണ് എന്നുള്ളതറിയാം. ഇനി നമ്മുടെ ആ തെളിവുകളെ ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. സൺ പ്രൊട്ടക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ക്രിട്ടിക്കലായിട്ടുള്ള RCT, പ്രൂവൺ RCT അതിനകത്തുണ്ട്. ഹോർമോണൽ കൺട്രോളോ അവിടെയും ക്രിട്ടിക്കലായിട്ടുണ്ട്. ഡയറക്റ്റായിട്ടുള്ള കോസൽ റിലേഷൻ നമുക്ക് അതിനെപ്പറ്റി അറിയാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് മോഡറേറ്റ് ആയിട്ടുള്ള ആക്നെയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ റോളേ ഉള്ളൂ. അതുകൊണ്ട് ഷുഗർ കഴിച്ചു എന്ന് പറഞ്ഞാൽ നാളെ മുതൽ സ്കിന്ന് കേടാവും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. മൈക്രോ ന്യൂട്രിയൻസിന് റോളുണ്ട്, പക്ഷേ അതാണ് വീക്ക് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഡെഫിഷ്യൻസി ഉള്ളൂ. നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അതിനകത്ത് തർക്കമില്ല. എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം കൂടുതൽ എടുത്തിട്ട് അല്ലെങ്കിൽ സ്കിന്നിൽ തേച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സർപ്ലസ് പ്രോട്ടീൻ നെഗ്ലിജിബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ബേസ് ലൈനിലുള്ള ഒരു സർപ്ലസ് ബേസ് മാത്രം ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം ഇതാണ്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാറ്റിമറിച്ച് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താ പറയുക അല്ലെങ്കിൽ ഒരു ലഡ്ഡു തിന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മുഖകാന്തി കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ വഴി പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആലിയ ഭട്ടിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ വളരെ പൊതുജനമധ്യത്തിൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള ആളുകൾ പറയുമ്പോൾ ഇത് പറയേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് വേദവാക്യം പോലെ എടുത്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. ആലിയ ഭട്ടിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. പണ്ട് ഇതുപോലെ കരൺ ജോഹറിൻ്റെ ഒരു ഷോയ്ക്കകത്ത് നിന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും അതിലോട്ടൊന്നും പോകുന്നില്ല. പോലും അതിന് പറഞ്ഞ ഉത്തരം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും ചോദിച്ചപ്പോൾ പോലും വളരെ തമാശയായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സ്മാർട്ടാണ്, അവർക്ക് മോഡൽ ചെയ്യാൻ അറിയാം. പക്ഷേ ടേക്കിംഗ് അഡ്വൈസ് ഫ്രം സെലിബ്രിറ്റീസ് വെരി ബാഡ് ഐഡിയ. എപ്പോഴും നമ്മൾ അത് ആലോചിച്ചിട്ട് വേണം മുന്നോട്ട് പോകും. ഇതുപോലെ സാമന്തയുടെ കാര്യമായാലും തമന്നയുടെ മോഗുരുല് തുപ്പലോട്ട് വയ്ക്കുന്ന പരിപാടിയായിരുന്നാലും സമാന്തയുടെ കുറേ ഹെൽത്ത് അഡ്വൈസ് ഉണ്ട്, അതായാലും നയൻതാരയുടെ ചില ഹെൽത്ത് അഡ്വൈസ് ഉണ്ട്, അതായാലും ഇതൊക്കെ അവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നല്ലാതെ ഇതുകൊണ്ടാണ് അവരൊന്നും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തിയാക്കേണ്ട കാര്യമല്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എവിഡൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അത്യാവശ്യം. അപ്പോൾ ഇന്ന് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് വരാം. അതുവരെ ബൈ.